നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ജോർജ് സോറോസ് എന്ന് പറഞ്ഞ ബില്യണർ, അദ്ദേഹം ഇന്ത്യയിലൊരു വിവാദ പുരുഷനാണ്. ന്യൂയോർക്കിൽ താമസം, ഏതാണ്ട് 94-95 വയസ്സുണ്ട്. ഇന്ത്യയിലെ വിവാദത്തിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റിനെ തകർക്കാനും അദ്ദേഹം പണം വാരി എറിയുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 100 മില്യൺ അദ്ദേഹം ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി കൊടുത്തു. ആ പൈസയുടെ ബലത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി നരേന്ദ്രമോദി വിജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് എന്നാണ് യൂട്യൂബർമാർ ചില യൂട്യൂബിൽ കണ്ടത്. അപ്പോൾ ഈ 100 മില്യൺ അത്രയ്ക്ക് വലിയ സംഖ്യയാണോ? ഈ നമ്മുടെ അദാനി സാറ് ഇന്ത്യയിലെ സോളാറിൻ്റെയൊക്കെ കരാറ് മൊത്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 300 മില്യൺ അവിടെ കൈക്കൂലി കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ. അതിൻ്റെ പേരിലായിരുന്നു ഇവിടെ കേസ്. അപ്പം ഇവിടെ കേസ് എടുത്തുവെങ്കിലും പിന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ ഉത്തരവുണ്ട്, ഈ വിദേശങ്ങളിൽ കൈക്കൂലി കൊടുക്കുന്നത് സംബന്ധിച്ച് ഇവിടെ കേസെടുക്കേണ്ടതില്ല എന്ന് പുതിയ ഉത്തരവുണ്ട്. അപ്പോൾ അങ്ങനെ അദാനി രക്ഷപ്പെട്ടു. അവിടെ കൈക്കൂലി കൊടുത്താൽ ഇന്ത്യയിലാണ് കൈക്കൂലി കൊടുത്തത്. പക്ഷേ ഇവിടുന്നാണ് അദ്ദേഹത്തിന് കൂടുതൽ പണം ഈ സ്റ്റോക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കൊക്കെ കൂടുതൽ വിറ്റഴിയുന്നത് ഇവിടെയാണ്. ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കേസെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അമേരിക്കൻ നിയമം അനുസരിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ള നിലപാടിലായിരുന്നു ഇവിടെ കേസെടുത്തത്. പക്ഷേ ആ കേസ് ഇപ്പം ഒന്നുമില്ലാതായിപ്പോയി. അദാനിയുടെ സ്റ്റോക്ക് ശക്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ജോർജ് സോറോസിനെ പറ്റി ആളുകളൊന്ന് പഠിക്കേണ്ടതാണ്. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം ഒന്നുമില്ലാതെ ബുഡാപെസ്റ്റിലെങ്ങാണ്ട് ജനിച്ച് ഒന്നുമില്ലാതെ ലണ്ടനിലേക്ക് വന്നു. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കളികൾ. ആ കളികളിലൂടെയാണ് അദ്ദേഹം പണം ഉണ്ടാക്കിയത്, ബില്യണറായത്. ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിനെ ബ്രേക്ക് ചെയ്തെന്ന്, അതിനെ തകർക്കുന്ന രീതിയിൽ വരെ അദ്ദേഹം പെട്ടെന്ന് 10 ബില്യൺ പൗണ്ടോ മറ്റോ വിപണിയിൽ ഇറക്കിയിട്ട്, അതിൻ്റെ സ്റ്റോക്ക് മറ്റോ വിപണിയിൽ ഇറക്കിയിട്ട് ആ ബ്രിട്ടീഷ് ബാങ്കിനെ തന്നെ തകർക്കുന്ന രീതിയിൽ വന്നു എന്നാണ് ആരോപണം പറയുന്നത്. അപ്പോൾ അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു നിലപാട്, ആകെയുള്ളൊരു നിലപാട് എന്താണെന്ന് വെച്ചാൽ എല്ലാവിധ അതോറിറ്റേറിയൻ സ്ഥാപനങ്ങൾക്കും അതോറിറ്റിക്കും എതിരാണ് അദ്ദേഹം എന്നുള്ളതാണ്. നല്ല യഹൂദനാണ്, പക്ഷേ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഒരാളാണ് അദ്ദേഹം. ഇസ്രായേലിൻ്റെ നടപടികളെ വിമർശിക്കുകയും അതിനെതിരെയുള്ള സംഘടനകൾക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ അമേരിക്ക, ഈ സോറോസിൻ്റെ കൂടെ അമേരിക്കയാണ് പിന്നിൽ. സോറോസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നെങ്കിലും പൈസ കൊടുപ്പിക്കുന്നെങ്കിലും അമേരിക്ക അതിന് പിന്നിലുണ്ടെന്നാണ് ആരോപണങ്ങൾ വന്നത്. അപ്പോൾ അതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഈ ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ ജോർജ് ബുഷിനെ താഴെ ഇറക്കാൻ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കൊടുക്കാൻ മടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളാണ് സോറോസ്. അപ്പോൾ എവിടെയും അതോറിറ്റിയും ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ എല്ലാം രംഗത്ത് വരുന്നൊരു വ്യക്തിയാണ്, തീവ്ര ഇടതുപക്ഷത്തിൻ്റെ ആൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ത്യയെ തകർക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ശരിയാകും, എത്ര കണ്ട് അതിന് വിലപ്പോകുമെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അദ്ദേഹത്തെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആരോപണം, ഇത് പറയാനായിട്ട് കാര്യം, ലേറ്റസ്റ്റ് ആരോപണം വന്നത് ഈ ജോർജ് സോറോസിൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, അവരുടെ ഫൗണ്ടേഷനിൽ നിന്ന് ഈ ഇന്ത്യയിൽ കുറേ പത്രക്കാർ പണം വാങ്ങി. അതിൽ ജയന്ത് മാമൻ മാത്യു മനോരമയുടെ, അതുപോലെ തന്നെ ഈ അറ്റോർണി പ്രശാന്ത് ഭൂഷൺ, പിന്നെ ശേഖർ ഗുപ്ത ഇന്ത്യ ടുഡേയുടെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ പണം വാങ്ങിയെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ തമാശയായിട്ട് എനിക്ക് തോന്നിയത്, ഈ ജയന്ത് മാമൻ മാത്യുവിനെ പറ്റി പറഞ്ഞത്, അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത്, അദ്ദേഹം അതിൻ്റെ അംബാസഡർ ആയിരുന്ന കാലത്ത് ഇന്റർപ്രസ് ഏജൻസി എന്നോ മറ്റോ ഒരു സ്ഥാപനമുണ്ട്, അന്താരാഷ്ട്ര സ്ഥാപനം, അതിൻ്റെ അംബാസഡറോ അതിൻ്റെ എന്തോ ഇതായിരുന്ന കാലത്ത് ഇന്റർപ്രസ് ഏജൻസിക്ക് ഇങ്ങേരുടെ സ്ഥാപനം, ഈ ജോർജ് സോറോസിൻ്റെ സ്ഥാപനം പൈസ കൊടുത്തു. അതായത് എന്ന് പറഞ്ഞാൽ ജയന്ത് മാമൻ മാത്യുവിന് കൊടുത്തു എന്നാണ് ആരോപണം. അപ്പോൾ ആ ഇന്റർപ്രസ് ഏജൻസിയുടെ പരിപാടി, അവിടെ നിന്ന് പത്രക്കാരെ, ഇന്ത്യയിൽ നിന്നുള്ള പത്രക്കാരെ ഇവിടെ അമേരിക്കയിൽ പരിശീലനത്തിന് അയക്കുക, ഇതാണ് അവർ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിൽ ഈ ആരോപണം വന്നത് സംഘപരിവാറിൻ്റെ RSSൻ്റെ മുഖപത്രം ഓർഗനൈസറിലാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ സ്ഥലത്തും എവിടെ വരുന്നോ വാർത്ത, എവിടെ വരുന്നു എന്നുള്ളതാണ് അതിന് സത്യം എത്ര ഉണ്ടാവും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ ഇടവരുത്തുന്നത്. അത് കേരളത്തിലെ യൂട്യൂബർമാരെല്ലാം ഏറ്റെടുത്തു. പല യൂട്യൂബർമാരും മനോരമയ്ക്കിട്ട് ഒരു 4 വർത്തമാനം പറയാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. മനോരമയ്ക്കുള്ള വിരോധവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ. അപ്പം ഇവരാരും കുറഞ്ഞപക്ഷം ഗൂഗിളിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യേണ്ട ജോർജ് സോറോസ് ആരാന്ന്, അതുപോലും ചെയ്യാതെയാണ് ആളുകൾ ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇവരൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട പണക്കാരിൽ ഒരാളാണ് ഈ ജയന്ത് മാമൻ മാത്യു. അദ്ദേഹത്തിന് ഇന്റർപ്രസിൻ്റെ ഈ സോറോസിൻ്റെ നക്കാപ്പിച്ച വാങ്ങേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള
ഒരു സാമാന്യ ബുദ്ധി ഇല്ലാതെയാണ് ആളുകൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യവും ധർമ്മവും എന്നൊക്കെ പറയുന്നത് അത് ഒരു രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര വേണേലും നുണ പറയാം. രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ഗുണമാകുമെങ്കിൽ എന്ത് നുണ വേണേലും പറയാം. അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തും വർഗീയ രംഗത്തും അത് ഉപകരിക്കത്തക്ക രീതിയിലാണെങ്കിൽ നുണ പറയാം, സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അത് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നുണപ്രചാരണവും. അത് കഷ്ടം തന്നെയാണ്. ജോർജ് സോറോസിനെ പറ്റി എന്തായാലും കുറച്ചുകൂടെ പഠിക്കണം. അദ്ദേഹം നല്ല ഒന്നാന്തരം യഹൂദനാണ്. പക്ഷേ പിന്നെ ഇസ്ലാമോഫോബിയ ഒക്കെ പറഞ്ഞ് ഇസ്രായേലിനെതിരെ അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ട്. അതുപോലെ തന്നെ മോദിക്കെതിരെയും അദ്ദേഹമുണ്ട്. ഈ മോദി ഇന്ത്യ ഡെമോക്രസി ആണെങ്കിലും മോദി ഡെമോക്രാറ്റ് അല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ ഒക്കെ എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു തീവ്ര ലെഫ്റ്റിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലാതെ അതിന് പിന്നിൽ അമേരിക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയും എങ്ങനെയും ഒരു പരുവത്തിലാക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ തീവ്ര ഇടതുപക്ഷ നിഹിലിസ്റ്റിക് ചിന്താഗതിയുള്ള ആളുകളാണ്. അവരെ പറ്റിയാണ് ഈ പറയുന്നത്. അത് പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ആർക്കും ആരെപ്പറ്റി എന്തും പറയാമെന്നുള്ളത് കൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണങ്ങളും നടക്കുന്നു.